ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളെ എത്തിച്ച് കുഞ്ഞുങ്ങളെ മറിച്ചു വിൽക്കുന്ന സംഘം കോട്ടയം ഈരാറ്റുപേട്ടയിൽ പിടിയിൽ. തമിഴ്നാട്ടുകാരനായ രാജയും വാഗമൺ സ്വദേശി അർജുനുമാണ് പിടിയിലായത്. സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട അസം സ്വദേശിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. പ്രസവശേഷം കുഞ്ഞിനെ കൈമാറാൻ 3 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഒപ്പം തന്നെ ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? രാഖി, ഇപ്പോൾ ഈ യുവതിയുടെ പ്രാഥമികമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേസെടുത്തിരിക്കുന്നത്. FIR രേഖപ്പെടുത്തി ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു മാഫിയ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വാഗമൺ സ്വദേശികളായ 2 പേർ, അവർ തമിഴ്നാട് സ്വദേശികളാണ്. വാഗമണിൽ താമസിക്കുന്ന 2 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് തുടർ ചോദ്യം ചെയ്യലുകളും മറ്റും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുവതിയിൽ നിന്ന് പറയുന്നത് ആസാം സ്വദേശിയായ യുവതിയാണ്, ഒറ്റപ്പെട്ടു പോയ യുവതിയാണ്. ഈ ഭർത്ത വീട്ടിൽ നിന്നടക്കം പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഈ അശരണ കേന്ദ്രം അന്വേഷിച്ച് ഈ തേടി നടന്ന ഒരു യുവതിയാണ്. ആ യുവതിയെ ഇവിടെ തീക്കോയിലേക്ക് എത്തിക്കുകയും അവരുടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പാർപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് യുവതിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമികമായ മൊഴി. ഈ യുവതിയെയും കുട്ടിയെയും സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു NGO സംഘടന എന്ന നിലയിൽ യുവതിയെ ബോധിപ്പിച്ചുകൊണ്ടാണ് ഇന്റർനെറ്റ് വഴി തീക്കോയിലേക്ക് ഈ യുവതിയെ എത്തിക്കുന്നത്. അതിനുശേഷം ഈ യുവതി പ്രസവിച്ചു കഴിയുമ്പോൾ കുട്ടിയെ ഇവർക്ക് കൈമാറണം എന്നുള്ള ഒരു കാര്യം യുവതിയെ അറിയിക്കുന്നു. അതിനെ തുടർന്നാണ് യുവതി ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. യുവതിയുടെ ഈ പരാതിയിൽ പറയുന്നത്, മൊഴിയിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ തീക്കോയിലെ കേന്ദ്രത്തിൽ മറ്റ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ തന്നെ ഒരു മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ഗർഭിണിയായിട്ടുള്ള യുവതികളെ ഈ കേന്ദ്രത്തിലേക്ക് എത്തിച്ച് പിന്നീട് ഈ കുട്ടികളെ മറിച്ച് വിൽക്കുന്ന തരത്തിലുള്ള ഒരു മാഫിയാണ് അവിടെ പ്രവർത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ള ഈ യുവതി കോട്ടയത്തെ ഒരു അഭയ കേന്ദ്രത്തിലാണ് ഉള്ളത്. അഭയകേന്ദ്രത്തിൽ പാർപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശദമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം, കാര്യമായി തന്നെ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ കേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇന്റർനെറ്റ് വഴി ഈ അസം സ്വദേശിയായിട്ടുള്ള യുവതിക്കും കുട്ടിയും സംരക്ഷിക്കുന്ന യശരണ കേന്ദ്രങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും പിന്നീട് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്ന സംഘം ഇന്റർനെറ്റിലൂടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി തന്നെ ഈ പെൺകുട്ടിയെ ബന്ധപ്പെടുകയും കോട്ടയത്തേക്ക് തീക്കോയിലേക്ക് വരൂ, ഞങ്ങൾ സംരക്ഷിക്കാം എന്നുള്ള വാഗ്ദാനം നൽകുകയും അങ്ങനെയാണ് ഈ പെൺകുട്ടി തീക്കോയിൽ എത്തുകയും ഈ അശരണ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ കേന്ദ്രത്തിലേക്ക് എത്തി അവിടെ പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പിന്നീടാണ് അവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത്, അവിടെ മറ്റ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടി മനസ്സിലാക്കുകയും പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോലീസിനെ സമീപിക്കുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്ന സംഘം കോട്ടയം ഈരാറ്റുപേട്ടയിലാണ് സജീവമായിരുന്നത്. എന്തായാലും ഇപ്പോൾ സംഘം പിടിയിലായിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കൂടി തേടുകയാണ് പോലീസ്. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.